ഹായ് ഗായ്സ്, ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ പാട്ടിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ പാട്ടുകൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന പ്രത്യേകതകൾ, നമ്മുടെ ന്യൂറോൺസിനെ സിങ്ക്രണൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് പക്ഷിപ്പാട്ട് എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അത് യൂട്യൂബിൽ പക്ഷിപ്പാട്ട് അടിച്ചാൽ കിട്ടും. തുടക്കവും പിന്നെ അതിലെ ഇടയ്ക്കുള്ള കുറച്ച് വരികളുണ്ട്. ആ വരികൾ ഞാനൊന്ന് പറയാം. ആദി പെരിയോൻ്റെ ഏകല്ലരുളാലെ ആരംഭത്തിൽ ആദ്യ ദൂതർ മഹമൂദർ തങ്ങളും തങ്ങളുടെ സ്വഹാബിമാരും കൂടെ മദീനത്തെ പള്ളിയിൽ ഇരിക്കും സമയത്ത് ചായല്ലൊരു പക്ഷി വന്നു സ്വലാം ചൊല്ലി. അത് ഒരു സാന്ദർഭികമായിട്ടുള്ളൊരു കഥ പോലെ പറയുന്നതാണ്. അതായത് മദീന പള്ളിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരു പക്ഷി വന്നിട്ട് പറയാണ്, അല്ലയോ പ്രവാചകരെ, എന്നെ എൻ്റെ ഇണക്കുരുവി പുറത്താക്കിയിരിക്കുകയാണ് ഇണപ്പക്ഷി. വേറൊന്നുമല്ല, ഞാൻ രാവിലെ ഒരു മുട്ടയിട്ടു, എന്നാൽ ഉച്ചയ്ക്ക് ഒരു മുട്ടയിട്ടു. അപ്പോൾ അതിൽ എന്നെ സംശയിച്ചിട്ട് എൻ്റെ ഇണ എന്നെ പുറത്താക്കിയേക്കാണ്. വർഷങ്ങളോളമായി എൻ്റെ കൂടെയുള്ള ഇണ എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ ഇണയെ എൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുള്ള റീസൺ കൊണ്ടിട്ട് വന്ന് പറയുന്നൊരു സാഹചര്യം. അപ്പോൾ ആദ്യം പ്രവാചകർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിടും ആ പക്ഷിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ആ പക്ഷി പറയും, ഇല്ല ബിലാലെ, നിൻ്റെ നബിയെയോ നിന്നെ പറ്റിയോ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വരില്ല. രണ്ടാമത് ഉമർ പോവും. ഉമർ റളിയല്ലാഹു അൻഹു പോയി കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അതേ മറുപടി തന്നെ പറയും. ഉമറെ, നീ പരാജയപ്പെട്ടവനാണ്, നിൻ്റെ കഥകളും കാര്യങ്ങളും അറിയാം, എല്ലാ നബിമാരെ പറ്റി എനിക്കറിയാം, പക്ഷേ ഈ നബിയെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ എൻ്റെ പ്രവാചകൻ തേടിയൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന വളരെ മനോഹരമാണ്. മക്ക മദീനയും മിസ്റുമതായിട്ട് 93 ദിവസത്തെ വഴിദൂരം. അത്രയും ദൂരെ കിടക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ അള്ളാഹുവിനോട് തേടി. ആലമുടയോനേ അർഹമുർ റഹീമേ, എൻ്റെ അലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയം ആ പക്ഷിയെ തിരിച്ചു കൊണ്ടുവന്നേനെ എന്നാണ് ആ ഒരു പ്രാർത്ഥന. അത് തീരേണ്ട പക്ഷം നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിരിക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് ആ സന്ദർഭത്തിൽ അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ യുദ്ധവും കഴിഞ്ഞ് ഒരു ഗുഹയ്ക്കകത്ത് ഉറങ്ങുന്ന അലി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കാണ് ഈ വാഗ്ദാനങ്ങൾ കേട്ടിട്ട്. ഉറക്കം എണീറ്റലി ചെന്നാ ദുൽദുൽ എന്നുള്ള ആ കുതിരയുടെ അരികിലെത്തിയിട്ട്, അല്ലാണേ അല്ലാൻ്റെ റസൂൽ നബിയാണേ, അതിൽ പറയുന്ന ഈ ഒരു വരി കൂടി ഉണ്ട് അതിന് മുന്നിലായിട്ട്. മക്ക മദീനയും മിസ്റുമതായിട്ട് 93 ദിവസത്തെ വഴിദൂരം. സുബ്ഹി പൊഴുതുവാൻ മദീനത്തെത്തിച്ചില്ലേൽ അല്ലാണേ അല്ലാൻ്റെ റസൂൽ നബിയാണേ, നിശ്ചയം ദുൽഫുക്കാർ വാളിനിരയാക്കും. ദുൽഫുക്കാർ എന്ന വാള്, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന് കൊടുത്ത് പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ആ വാള് ഉപയോഗിച്ചിട്ട് എൻ്റെ പ്രവാചകൻ്റെ അടുത്തേക്ക് നാളെ സുബ്ഹി പൊഴുതുന്നതിന് മുമ്പ് എത്തിച്ചില്ലെങ്കിൽ നിൻ്റെ കഴുത്ത് ഞാൻ വെട്ടും എന്നാണ് കുതിരയോട് പറയുന്നത്. എന്നിട്ട് കുതിരയുടെ മുഖത്ത് കയറിയിട്ട് ബിസ്മി ചൊല്ലിയൊരു യാത്രയുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഉത്തരവ് വരെയാണ് ഭൂമി ചുരുക്കി കൊടുക്കാൻ. അങ്ങനെ ആ ദുആ ചെയ്തതിന് ശേഷം കോടാമുതുകിന്മേലേറിയ സദുല്ലാ റഹ്മാൻ തൻ കൽപ്പന ഭൂമി ചുരുക്കുവാൻ, റൂഹുൽ അമീനായി മലക്ക് ജിബ്രീലോടി 40 ചവിട്ടും കൊണ്ടെത്തി ഇമാമലി. അങ്ങനെ ഇമാമലി എത്തിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സവിധത്തിൽ സുബ്ഹി നിസ്കാരത്തിൻ്റെ അവസാനത്തെ സഫിൽ അലി റളിയല്ലാഹു അൻഹു എത്തിയിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്.
ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് എടുക്കാം, അല്ലാതെ എടുക്കാം. ഇതൊരു പക്ഷിപ്പാട്ട് എന്നുള്ളൊരു സംഭവം പോലെ പറഞ്ഞേക്കുന്നതാണ്. ഇതിലൊന്നിലുള്ള കാര്യം ഞാൻ പറയുന്നത്, അത് അവതരിപ്പിക്കുന്ന ഓരോ രീതികളുണ്ടല്ലോ, എന്താണ് സാഹചര്യം, എന്താണ് സന്ദർഭം. ഇതേപോലെ നമ്മൾ കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും ശ്രമിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ഇൻഹെറിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പല കാര്യങ്ങളും എങ്ങനെ ദുആ ചെയ്യണം, എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എത്ര എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ. ഇപ്പം ഞാനിത് പറയാൻ കാരണം യൂട്യൂബ് റവന്യൂ ഉദ്ദേശിച്ചിട്ടാണ്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബ് റവന്യൂ എങ്ങനെ കിട്ടും, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ ഗായ്സ്, വീണ്ടും കാണാം. ഓക്കെ.